നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാൻ ഡ്രോണുകളെയും മിസൈലുകളെയും ചാരമാക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച പഞ്ചാബിലെ ആധംപൂർ വ്യോമതാവളത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മിന്നൽ സന്ദർശനം നടത്തി സൈനികരെ അഭിവാദ്യം ചെയ്തത് കഴിഞ്ഞ ദിവസമാണ്. സൈനികർ ആവേശത്തോടെയാണ് അദ്ദേഹത്തെ വരവേറ്റത്. ഈ ആധംപൂർ വ്യോമതാവളം എന്ന് പറയുന്നത് പാകിസ്ഥാൻ ലക്ഷ്യം വെച്ച വ്യോമതാവളങ്ങളിൽ ഒന്നായിരുന്നു. അവിടെ ആദ്യം തകർത്തുവെന്നും അവിടെയുള്ള S-400 തകർത്തുവെന്നും നമ്മുടെ മിഗ് വിമാനങ്ങളൊക്കെ തകർത്തു എന്നൊക്കെയായിരുന്നു പാകിസ്ഥാന്റെ വാദം. ഇതിനെ അനുകരിച്ച് ഇപ്പോൾ തൊട്ടടുത്ത ദിവസം പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും പാകിസ്ഥാനിലെ സൈനിക കേന്ദ്രം സന്ദർശിച്ചിരിക്കുകയാണ്. ഇവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യോമതാവളത്തിൽ വന്നിറങ്ങിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സൈനികരുടെ ആവേശവും അദ്ദേഹത്തിന്റെ ആവേശം അടക്കം ചിത്രങ്ങളും വീഡിയോകളൊക്കെ തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. മാത്രമല്ല, നമ്മുടെ വ്യോമ പ്രതിരോധ മേഖലയിലെ കരുത്തനായിട്ടുള്ള S-400 അടക്കം അവിടെ അദ്ദേഹത്തിന്റെ ഒരു ചിത്രത്തിന്റെ പശ്ചാത്തലത്തിൽ നിൽക്കുന്നതൊക്കെ തന്നെ വലിയ രീതിയിൽ ആ ഫോട്ടോ വൈറലായിട്ടുണ്ടായിരുന്നു. ഏതായാലും ഇപ്പോൾ സിയാൽകോട്ടിലെ പസ്റൂൺ കന്റോൺമെന്റിലെ സൈനികരെ സന്ദർശിക്കാനാണ് പാക് പ്രധാനമന്ത്രി എത്തിയത്. ഇന്ത്യക്കെതിരായ സൈനിക നടപടിയിൽ പങ്കെടുത്ത ഉദ്യോഗസ്ഥരെയും സൈനികരെയും കാണുന്നതിനും അവരെ അഭിസംബോധന ചെയ്യുന്നതിനുമാണ് പോയതെന്നാണ് റിപ്പോർട്ട്. ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഇസഹാഖ് ദാർ, പ്രതിരോധ മന്ത്രി ഗുജ ആസിഫ്, കരസേന മേധാവി ജനറൽ അസീം മുനീർ, എയർ ചീഫ് മാർഷൽ സഹീർ അഹമ്മദ് ബാബർ സിദ്ദു, ഫെഡറൽ മന്ത്രിമാരായ അഹ്സൻ ഇക്ബാൽ, അത്തൌല താരാർ, കോപ്സ് കമാൻഡർ സിയാൽകോട്ട്, മുതിർന്ന സിവിൽ സൈനിക നേതൃത്വം എന്നിവരും ഷെരീഫിനൊപ്പമുണ്ടായിരുന്നു. ഒരു ടാങ്കിന് മുകളിൽ കയറി നിന്ന് മൈക്കിലൂടെ സംസാരിക്കുന്ന പാക് പ്രധാനമന്ത്രിയുടെ ചിത്രം മാത്രമാണ് പുറത്തു വന്നിട്ടുള്ളത്. സൈനികരെ ഒന്നും ഇതിൽ കാണാനില്ല. ലാഹോറിൽ നിന്ന് 130 കിലോമീറ്റർ അകലെയാണ് പസ്റൂൺ കന്റോൺമെന്റ്. ഇവിടത്തെയും സിയാൽകോട്ട് വ്യോമതാവളത്തിലെയും റഡാർ സംവിധാനങ്ങൾ ഇന്ത്യ തകർത്തിരുന്നു. പൊടുന്നതിന് ഒരു വെടിനിർത്തലിന് പാകിസ്ഥാൻ തയ്യാറായതിന് ഇതും ഒരു കാരണമായിരുന്നു എന്ന് വേണം കരുതാൻ. പസ്റൂൺ കന്റോൺമെന്റിലെ സന്ദർശനം ഒരു തുടക്കം മാത്രമാണെന്നും വരും ദിവസങ്ങളിൽ കൂടുതൽ എയർബേസുകളും നാവിക താവളങ്ങളും പാക് പ്രധാനമന്ത്രി സന്ദർശിച്ചേക്കുമെന്ന് റിപ്പോർട്ടുണ്ട്. ഇതിനൊപ്പം സേനയിലെ ഉന്നത ഉദ്യോഗസ്ഥരെ കാണും. ഏതായാലും പാകിസ്ഥാൻ കണ്ട ഏറ്റവും ദുർബലനായ പ്രധാനമന്ത്രിയാണ് ഷഹബാസ് ഷെരീഫും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സൈന്യവും. ഇപ്പോൾ അധികാരം പിടിക്കാൻ സാധ്യത കൂടുതലാണെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഈ ഇന്ത്യയോട് ഏറ്റുമുട്ടിയ പാകിസ്ഥാൻ അമ്പയെ പരാജയപ്പെടുന്ന കൂടുതൽ വെളിപ്പെടുത്തലുകളൊക്കെ തന്നെ വരുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇത്തരത്തിലൊരു സന്ദർശനം നടത്തിയിരിക്കുന്നത്. പക്ഷെ ഇവിടെ സൈനികരെ കാണാൻ അല്ലെങ്കിൽ അവർക്ക് ആവേശം നൽകാനാണ് പോയതെന്ന് പറയുമ്പോഴും അവിടെ നിന്ന് സൈനികരോടൊപ്പമുള്ള ചിത്രങ്ങൾ ഒന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. മാത്രമല്ല, അവിടെ പോയി എന്തെങ്കിലും സംസാരിച്ചതിന്റെ തെളിവുകളോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞതോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒരു വിവരവും പുറത്തു വന്നിട്ടില്ല. ആകെ പുറത്തു വന്നിരിക്കുന്നത് ഈ ഒരു ചിത്രം മാത്രമാണ്. ഇനി അതിലും എത്രത്തോളം ആധികാരികത ഉണ്ട് എന്നുള്ള കാര്യം സംശയമാണ്. ഏതായാലും ഇപ്പോൾ കൂടുതൽ സാറ്റലൈറ്റ് ചിത്രങ്ങൾ സഹിതം ഇന്ത്യ കാര്യങ്ങൾ ലോകത്തിന് മുന്നിൽ വിശദീകരിച്ചതോടെയാണ് പാകിസ്ഥാന്റെ നുണപ്രചാരണങ്ങളെല്ലാം തന്നെ തകർന്നടിയുന്നത്. ഇന്ത്യയുടെ വിജയം എങ്ങനെയാണ് സംഭവിച്ചതെന്ന് വ്യക്തമാക്കി മുൻ US പ്രതിരോധ വകുപ്പ് മുൻ ഉദ്യോഗസ്ഥൻ രംഗത്ത് വന്നിരുന്നു. ഭീകരരുടെ താവളങ്ങളെ കൃത്യമായി ലക്ഷ്യമിടാനും പാകിസ്ഥാന്റെ സൈനിക നടപടികളുടെ മുനയൊടിക്കാനും ഇന്ത്യക്ക് സാധിച്ചതായി പെന്റഗൺ മുൻ ഉദ്യോഗസ്ഥനായ മൈക്കിൾ റൂബിൻ വെളിപ്പെടുത്തി. ഇന്ത്യയുടെ നടപടികളിൽ ഭയന്ന് വിറച്ച് കാലുകൾക്കിടയിൽ വാലും ചുരുട്ടി ഓടുന്ന നായയെ പോലെ വെടിനിർത്തലായി പാകിസ്ഥാൻ പരക്കം പായുകയായിരുന്നു എന്നുമാണ് അദ്ദേഹം പരിഹസിച്ചത്. അദ്ദേഹം തങ്ങളുടെ പരാജയം പരിതാപകരമായിരുന്നു എന്ന യാഥാർത്ഥ്യത്തിൽ നിന്ന് പാക് സേനയ്ക്ക് ഒരിക്കലും ഒഴിഞ്ഞു മാറാനാകില്ലെന്നും മൈക്കിൾ റൂബിൻ കൂട്ടിച്ചേർത്തു. നയതന്ത്രപരമായും സൈനികപരമായും ഇന്ത്യ വിജയം നേടിയതായും ഭീകരപ്രവർത്തനത്തിന് പാകിസ്ഥാൻ നൽകി വരുന്ന സ്പോൺസർഷിപ്പിൽ ഇപ്പോൾ ലോകത്തിന്റെ പ്രത്യേക ശ്രദ്ധ എത്തിയതായും ANAക്ക് അനുവദിച്ച അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു. തങ്ങൾ ഉദ്ദേശിച്ച സന്ദേശം പങ്കുവയ്ക്കാൻ മെയ് 7-ന് പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയ പ്രത്യാക്രമണങ്ങൾക്ക് സാധിച്ചതായും മൈക്കിൾ റൂബിൻ വ്യക്തമാക്കി. ഭീകരനായാലും ISI അംഗമായാലും പാക് സേനാംഗമായാലും തങ്ങൾക്ക് വ്യത്യാസമില്ല എന്ന യാഥാർത്ഥ്യമാണ് പാക് ഉദ്യോഗസ്ഥർ യൂണിഫോം അണിഞ്ഞ് ഭീകരരുടെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്തത് വ്യക്തമാക്കുന്നത്. സ്വന്തം സംവിധാനത്തിൽ നിന്ന് ജീർണിച്ച ഭാഗത്തെ പുറന്തള്ളാൻ പാകിസ്ഥാനോട് ലോകം ആവശ്യപ്പെടാൻ ഒരുങ്ങുകയാണ്. അതുകൊണ്ടാണ് ചർച്ചയെ സൈനിക നടപടിയിലേക്ക് ഇന്ത്യ വ്യത്യസ്തപ്പെടുത്തിയത്. അതിൽ പാകിസ്ഥാൻ നടുങ്ങുകയും ചെയ്തു. ഇന്ത്യയുമായുള്ള ഓരോ യുദ്ധവും പാകിസ്ഥാനാണ് തുടങ്ങിവെച്ചതെന്ന് ഉറപ്പിച്ചു പറയാനാകും. എന്നിട്ട് ഓരോ തവണയും തങ്ങൾ എങ്ങനെയോ വിജയിച്ചതായി പാകിസ്ഥാൻ സ്വയം ബോധ്യപ്പെടുത്തും. എന്നാൽ ഇത്തവണ അവർക്ക് അങ്ങനെ ഒരു സ്വയം ബോധ്യപ്പെടുത്തൽ പോലും അസാധ്യമാകും. കാരണം ഏറ്റവും കൃത്യമായാണ് ഭീകരതാവളങ്ങളെയും ഭീകര പ്രവർത്തന പരിശീലന കേന്ദ്രങ്ങളെയും ഇന്ത്യ നശിപ്പിച്ചത്. നേരത്തെ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ വ്യക്തമായ മേൽക്കൈ ഇന്ത്യക്ക് നേടാനായെന്ന് ന്യൂയോർക്ക് ടൈംസ് അടക്കം റിപ്പോർട്ട് ചെയ്തിരുന്നു. 4 ദിവസങ്ങളോളം നീണ്ടുനിന്ന ഏറ്റുമുട്ടലിന്റെ ഉപഗ്രഹ ചിത്രങ്ങളടക്കം പങ്കുവച്ചാണ് ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ട്.
പാകിസ്ഥാന്റെ സൈനിക സൗകര്യങ്ങളും വ്യോമതാവളങ്ങളും അടക്കം ലക്ഷ്യമിട്ടതിൽ ഇന്ത്യക്ക് വ്യക്തമായ മുൻതൂക്കം ലഭിച്ചതായി ന്യൂയോർക്ക് ടൈംസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ആക്രമണത്തിന് മുൻപും ശേഷവുമുള്ള ഉപഗ്രഹ ചിത്രങ്ങൾ അടക്കം പങ്കുവച്ചുകൊണ്ടാണ് ഇന്ത്യൻ ആക്രമണങ്ങളിൽ പാകിസ്ഥാന്റെ സൈനിക വ്യോമതാവളങ്ങൾക്ക് വ്യക്തമായ നാശനഷ്ടങ്ങൾ ഉണ്ടായെന്ന് ന്യൂയോർക്ക് ടൈംസ് അടക്കം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ പാകിസ്ഥാൻ സിന്ധു നദീജല കരാറിലടക്കം ഒരു പുനഃപരിശോധന വേണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്ത്യക്ക് കത്തയച്ചിരിക്കുകയാണ്. പക്ഷേ ഇത്തരത്തിലൊരു നീക്കം ഇനി എന്തായിരിക്കും ഇതിലെടുക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഏറെ ആശങ്കയോടുകൂടി തന്നെ നോക്കിക്കാണുന്നത്. കാരണം തുടക്കത്തിൽ പറഞ്ഞിരുന്നത് രക്തവും അതുപോലെ തന്നെ വെള്ളവും ഒരുമിച്ച് ഒഴുകണ്ട എന്ന മോദിയുടെ നയം അത് കൃത്യമായി തന്നെ അദ്ദേഹം പാലിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതായാലും ഇപ്പോൾ വലിയ രീതിയിൽ വെടിനിർത്തൽ കരാർ വന്നതിന് ശേഷമാണ് ഇപ്പോൾ പാകിസ്ഥാൻ തങ്ങൾക്ക് വെള്ളം വേണമെന്ന് അറിയിച്ചുകൊണ്ട് ഇന്ത്യയെ സമീപിക്കാനായിട്ട് ഒരുങ്ങുന്നത്. പക്ഷേ ഇതിൽ എന്ത് തീരുമാനമായിരിക്കും ഇന്ത്യ എടുക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ലോകരാഷ്ട്രങ്ങളെല്ലാം തന്നെ ഉറ്റുനോക്കുന്നത്.